ഹലോ ട്രാവൽ ഓട്ടോബയോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാൻ പോവാം. വേറെ എങ്ങുമല്ല, നമ്മുടെ വട്ടവടയിലേക്കാണ് പോകുന്നത്. വട്ടവടയിൽ കോട്ടക്കമ്പൂരുള്ള ഡ്രീം വാലി റിസോർട്ട് നമ്മൾ ഒരു 1 മന്തിന് മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രീം വാലി റിസോർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നമ്മളുടെ മിലിറ്ററി ടെൻ്റാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ സമയം 6 മണിയായി. ഇപ്പോൾ ഇറങ്ങിയാലാണ് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും വട്ടവട എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെക്കിങ് പറഞ്ഞേക്കുന്നത് 2 മണിയാണ്. അപ്പോൾ അതിനു മുമ്പെങ്കിലും നമുക്ക് വട്ടവട എത്തണം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പോകുന്ന വഴിയിൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ഗെയ്സ്, അങ്ങനെ 8 മണിയായപ്പോഴേക്കും അടിമാലി എത്തി. അടിമാലി ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കാണ്. അടിമാലിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവായ റെസ്റ്റോറൻറ്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നീറ്റായിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂംസൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ഹൈസമലി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അടിമാലി ദ്വീപിൽ ആൾ ഉണർന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾ നല്ല താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അവരുടെ ചട്നിയും സാമ്പാറും എടുത്തു പറയേണ്ട ഒരു ചായയാണ്. നൈസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അടിമാലി വഴി മൂന്നാറൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റാണ്. എക്സ്പെൻസീവാണ്, എന്നാൽ അവരുടെ ഫുഡെല്ലാം നല്ലതായിരുന്നു. നല്ല സാമ്പാറും ചട്നിയും എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് സമയം കളയാനില്ല, ഇവിടുന്ന് ഇനി വട്ടവട എത്തണം. അപ്പോൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയൊക്കെ നമുക്ക് കഥകളൊക്കെ പറഞ്ഞ് പതുക്കെ പോവാം. ഹൈസമല എവിടെ പോവാ? പണിക്കാരെ കാണാൻ പോവാ? ആണാ? തേയില പറിക്കണാ? ആരാ തേയില പറിക്കുന്നത്? ചേച്ചിമാരാ? അയ്യോടാ, നമുക്ക് കാണാട്ടാ. ഇങ്ങോട്ട് വാ, ദൈവത്തോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിൽ കുറച്ച് കിലോമീറ്റർ മുമ്പാണ്. അപ്പോൾ തേയില പറിക്കുന്നത് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്. നല്ല വ്യൂ ആണ്, ബാക്കിലേക്ക് കാണാൻ നല്ല കളറാണ്. അപ്പോൾ നമുക്ക് തേയില പറിക്കുന്നത് കാണാം അവിടെ നിന്ന് കേട്ടോ. എന്താ ചേച്ചി തേയില പറിക്കുന്നതാണ് കാണുന്നത്. കേറാൻ പാടില്ലാന്ന് അവർ പണിക്കാരല്ല, അവർക്ക് അങ്ങോട്ടേക്ക് ഇത് കൊടുക്കാനുള്ള ഇതില്ലല്ലോ. അവിടെയൊക്കെ പണിക്കാരുണ്ട്. അവരെല്ലാവരും തേയില പണിക്കാർ. നമുക്ക് നെക്സ്റ്റ് 3 നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അവരൊക്കെ തേയില പറിക്കും. ടോപ്പ് സ്റ്റേഷൻ എത്തുന്നത് ഇങ്ങനെ ഒരുപാട് മഞ്ഞ ചെടികളൊക്കെ നമുക്ക് കാണാനുണ്ട്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ. ഇവിടെ എല്ലാവരും തേയില പറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയൊക്കെ തേയില പറിക്കുകയാണ്. ആണോ? വീട്ടുകാര് ചാലക്കുടിയോ? ചേച്ചിയുടെ വീട് ചാലക്കുടിയാണ്. ഇവിടെ വന്നേക്കുന്നതാണ്. എത്ര വർഷമായി? 15 വർഷമോ? കഞ്ഞി കുടിക്കണ്ടേന്ന് പണിക്ക് പോയി. ഒരു ദിവസം എത്ര രൂപ കിട്ടും?
ഭയങ്കര ശമ്പളം കുറവുള്ളവർക്ക് 4000, 5000, 6000 ഒക്കെ വെച്ചാൽ ഒരു മാസം ഡെയിലി 300 രൂപ. 300 വെച്ച് കൂട്ടിയാലും 9000 വരില്ലേ? പച്ചോ ചായ കുടിച്ചോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെയാണ് താമസിക്കുന്നത്? ആ താഴെ ആ കാണുന്നതാണ് വീടല്ലേ? ഓ, മൂന്ന് പെൺകുട്ടികളാണ്, ആൺകുട്ടികളില്ല, ആൺകുളന്ത ഇല്ല. ரொம்ப കഷ്ടം. ചാലക്കുടിയിൽ ഇതിന്റെ കൂമ്പല്ലേ പറിക്കുന്നത്? കൂമ്പല്ലേ? ഓ, ആ കാണുന്നത്. കെമിക്കൽ അടിക്കണ എപ്പോഴാ? மருந்தடிப்பாங்க. அது எல்லாம் வளர்ச்சி தான் மருந்தடிக்கிறது. தெங்கிக்கு சாயா போட்டு இது வந்து விலை நல்ல விலை, மருந்து நல்ல விலை, நல்ல விலை. எங்களுக்கு கொடுக்குறது 200 கட்டாது. 600 രൂപ അല്ലേ? 200 രൂപ നിങ്ങൾക്ക് ഡെയിലി. ഇത് പറിക്കണേന് അവർക്ക് 200 രൂപയാണ് സാലറി ഉള്ളതെന്നാ പറഞ്ഞത്. പക്ഷെ ഇത് വിൽക്കുമ്പോൾ 1 കിലോത്തിന് എത്ര രൂപ വെച്ചാണ് നമ്മൾ ചായപ്പൊടി കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത്? ഇവിടെ തന്നെ ഔട്ട്ലെറ്റിലൊക്കെ എത്ര രൂപയൊക്കെ നമ്മൾ 500-600 രൂപയല്ലേ 1 കിലോ ചായപ്പൊടി? ശരിയാ ചെയ്യുന്ന. ഓക്കെ ഓക്കെ, ടാറ്റ കൊടുത്ത്, ടാറ്റ കൊടുത്ത്, ടാറ്റ കൊടുക്ക്. ആ ഓക്കെ, താങ്ക് യു. അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി തേയിലയൊക്കെ പറിക്കണ കണ്ടു. ഇനി നേരെ ടോപ്പ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോകണം. കാണാൻ പറ്റുന്ന പോയിന്റൊക്കെ കണ്ടിട്ട് നേരെ വട്ടവടയിലേക്ക്. ഓക്കെ, കൊള്ളാല്ലേ? ഇത് മഞ്ഞോടെ മഞ്ഞ് കോടോടെ കോട പൊക്കി പിടിക്കാൻ പുറങ്ങാം.
അല്ല മോളെ അങ്ങനത്തെ ഒരു ഇത് ഈ കാണുന്ന സ്വിറ്റ്സർലൻഡ് അല്ലാന്ന് പറയാ അവിടുത്തെ റോഡുകൾ ഇങ്ങനെ കണ്ടാ അത് പുല്ല് കുറവാന്ന് തന്നെ നല്ല പുൽമേട്ടിൽ പ്രവേശിക്കുന്നുണ്ടാ നല്ല ഭംഗിയുള്ള ഇതാണ് അത് അവിടെയൊക്കെ പിള്ളേർ ഇറങ്ങി പോകുന്നത് ഇവിടെ നിന്നിട്ടാണ് കാട്ടുപോത്തൊക്കെ തിന്നണ കാണുന്നത് റിസോർട്ട് കണ്ടിട്ടുണ്ട് റിസോർട്ടിലെ പിള്ളേരായിരിക്കും ഫോറസ്റ്റുകാരുണ്ട് എല്ലാവരും ഈ യൂക്കാലിയാണ് യൂക്കാലി പൈൻ ഫോറസ്റ്റിലാണ് യൂക്കാലികളുടെ ഇടയിൽ കൂടെ കുറച്ചും കൂടി ചിലപ്പോൾ 2 സൈഡും വരും ഒരു കിട്ടിലും ഉണ്ട് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് വന്ന സ്ഥലങ്ങൾ അതൊക്കെ രണ്ട് സൈഡും യൂക്കാലി കുറച്ചിട്ട് മതി അന്നാണ് Take the next right onto Kottakambur Forest Road, then your destination will be on the right.
arrived. കൂടുതൽ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. യെസ്. എന്നിട്ട് കുടിക്കുന്നത് അരിഷ്ടോ അരിഷ്ടമാണ് നീ കുടിക്കുന്നത്. ഇവിടെ അരിഷ്ടം കാണിച്ച് കേട്ടോ, അരിഷ്ടം കുടിക്കണം. ടാടാ ഓടല്ലേട്ടാ. ഡോണ്ട് ഓടുക. വാ വാ. ഏഴര മുതലല്ലേ? എവിടെ വെച്ചിട്ടാണ്? ആ ഇവിടെ. ഇതാണോ താഴെ? ആ ഏറ്റവും അറ്റത്തോ? ഏതിന് കോർണർ തരാമോ മറ്റം തരാമോ? അവിടെ ആള് വന്നിട്ടുണ്ടോ ഓൾറെഡി? അല്ലെങ്കിൽ അറ്റത്തേക്ക് തരാണെങ്കിൽ വാ. ഹലോ, അങ്ങനെ ഞങ്ങൾ വട്ടവട എത്തിയിട്ടോ. വട്ടവട നമ്മുടെ റിസോർട്ടിലെത്തി. റിസോർട്ടിൽ നമ്മൾ മിലിറ്ററി ടെൻറ്റ് ക്യാമ്പിങ്ങാണ് ബുക്ക് ചെയ്തിട്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ടെൻറ്റ് കിട്ടാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി പ്രൈവസി ഉണ്ടാവും. സെൻറ്ററാണ് നമുക്കിപ്പോൾ തരാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഏറ്റവും അറ്റത്തെ ടെൻറ്റ് കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ കീ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഹൈസമലി വന്നുണ്ട്, വൈഫും കൊച്ചും വന്നുണ്ട്. ഏടാ ഐസു ജിസു, നിനക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടംമാതിരി. നിനക്കേ ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. സൈഡിൽ പിടിക്ക്, എൻ്റെ കയറുക. എന്ത് പരിപാടി നിനക്ക്? നിനക്ക് ഏതെങ്കിലും ഒരു പൈപ്പ് കിട്ടിയാൽ മതി അല്ലേ? ആടാ പോയി തുറന്നോ. കല്ലെടുക്കില്ലേ. ഗൈസ്, ഇതാണ് നമ്മളുടെ മിലിറ്ററി ടെൻറ്റ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമുക്ക് ഇതിലുള്ളതെന്ന് നോക്കാം. ശരിക്കും നമ്മളൊരു മിലിറ്ററി ടെൻറ്റ് ആ സെറ്റപ്പിലാണ് ഒരു ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡാണ് നമുക്ക് അവർ തരുന്നത്. പിന്നെ നമുക്ക് 2 ചെയറും ഒരു ചെറിയ ഒരു ടീ ടേബിളും ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ഇവിടുന്ന് ഓർഡർ ചെയ്യാം. മെനുവും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റ് മെനു എല്ലാം ഇതിലിവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എന്തുകൊണ്ട് ഓർഡർ ചെയ്യാം. റൂമിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റിന് അവിടെ പോയി കഴിക്കാം. അതേപോലെ തന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട്. ഉണ്ടോ മുകളിലൊക്കെ ടെൻറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടോ, തൂങ്ങി കിടക്കണുണ്ടോ? അല്ല, നമ്മളൊരു സാധാ റൂം, അതിൻ്റെ റൂഫ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതല്ല, മിലിറ്ററി ടെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വെള്ളമൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് വെള്ളം ചൂടാക്കാം, കുടിക്കാനുള്ളത്, ചായ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഉണ്ടോ, മിനറൽ വാട്ടർ, വെള്ളം നിറച്ച് വെച്ചേക്കാം, കുടിക്കാനുള്ള വെള്ളം, ഫാൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ AC അവിടെ ആവശ്യമില്ല, തണുപ്പ് ഓട്ടോമാറ്റിക് ഇവിടെ തണുപ്പുണ്ട്. നമുക്കൊരു ടേബിൾ ഫാൻ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് റൂഫിൽ സീലിംഗ് ഫാൻ ഉണ്ടാവില്ലല്ലോ, കാരണം ഇത് ടെൻ്റാണല്ലോ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്.
അപ്പോൾ വട്ടവടയിൽ വരുന്നവർക്ക് ഒരു പ്രീമിയം റിസോർട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡ്രീം വാലി റിസോർട്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. അത് അടിപൊളി റിസോർട്ടാണ്. ഇവിടെ വാല്യൂ വ്യൂ ഉണ്ട്, പിന്നെ ഹെറിറ്റേജ് ഉണ്ട്, വുഡൻ വാല്യൂ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ നമ്മളുടെ മിലിറ്ററി ടെൻറ്റ്, അങ്ങനെ 4 ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5000 മുതൽ നമുക്ക് പ്രൈസ് അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പ് മിലിറ്ററി ടെൻ്റ് ആണ്. അപ്പോൾ അത് ഏകദേശം ഒരു 7000 ഡിസംബറിലുള്ള റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഡിസംബർ 16 to 17 ബുക്കിംഗ് ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, ശനി ഞായർ. അപ്പോൾ അതിൻ്റെ റേറ്റാണ് ഈ പറയുന്നത്. ഓക്കെ ഗെയ്സ്, അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം വന്നേക്കാണ്. ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളെ നോർമൽ റൈസും ഒരു ഫിഷ് മസാലയാണ് നമ്മളൊന്ന് ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മളുടെ ഫുഡ് വന്നേക്കാണ്, ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുണ്ട് റൈസാണ് കേട്ടോ. ഇത് നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് റൈസ് എടുക്കാം കേട്ടോ. റൈസ് ഇതിൻ്റെ ഉണ്ട് കഴിക്കാം. എന്തേ കയറി ഇരിക്കണോ? പാപ്പ ഇരുത്തി തരാം. നീ ഇവിടെ ഇരിക്കി, വീഡിയോ എടുക്കാനുണ്ട്. ഫിഷ് മസാല ചോറ് മാത്രമേ ഉള്ളതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഇതാണ് ഫിഷ് മസാല വന്നിട്ടുണ്ട്. നെയ്മീനാണ് കേട്ടോ. ആ നെയ്മീനാണ്, വേറെ ഒന്നുമില്ല. ഇനി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പടം ഉണ്ട്, പപ്പടം കിട്ടി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, നമ്മളൊന്ന് ഫ്രഷായി. എന്നിട്ട് നമുക്ക് ഇനി നമ്മളുടെ ഈ കോട്ടക്കമ്പൂരി റിസോർട്ട് ബേസ് ചെയ്തിട്ട് ഈ അടുത്ത് എന്തൊക്കെ അട്രാക്റ്റീവായിട്ടുള്ള സ്പോട്ടുകൾ, ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടോ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. കോടിറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ലൈമറ്റ് എന്തായാലും സെറ്റായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിത്തെ സമയമുണ്ട്, ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുള്ളൂ. അപ്പോഴത്തെ ക്ലൈമറ്റാണ് ഈ കാണുന്നത്. ഇതെന്തോ ഇത് ഗ്രാമപഞ്ചായത്തോ അങ്ങനെ എന്തോ ഉണ്ട്, വട്ടവട ഗ്രാമപഞ്ചായത്തോ അങ്ങനെ എന്തോ ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ് കാണുന്നത്. അതിനോട് തൊട്ട് ചേർന്നായിട്ടാണ് ഉള്ളത്. ഇവിടെയൊക്കെ നമുക്ക് കൃഷിത്തോട്ടങ്ങളൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. തൊട്ട് താഴെ ഒരു കുതിര ഉണ്ടായി അവിടെ, ആ ഭാഗത്തൊരു കുതിര നിൽക്കണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ കോട്ടക്കമ്പൂർ ഏറ്റവും ടോപ്പിലെത്തിയേക്കുന്ന ഇവിടെ വരെ വണ്ടി പോകുള്ളൂ. പിന്നെ അങ്ങോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല, അതേപോലെ തിരിച്ചു പോരാനും പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഇവിടെയുള്ള കൃഷിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നേരെ താഴത്തേക്ക് പോവാണ്. ഹാൻഡിൽ വെച്ച് കയറട്ടാ, നോക്കിപ്പോ. നമ്മളെ കോട്ടക്കമ്പൂർ വന്നേക്കാം. ഇവിടെ ബീൻസാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിളവ് ചെയ്തിട്ടാണുള്ളത്. ആ ചേച്ചിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വിളവ് ഇങ്ങനെ ഇട്ടേക്കാണ്. 1 മാസം മുമ്പ് വന്നിരുന്നെങ്കിൽ വിളവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി 1 മാസം കൊണ്ട് കഴിയണം, എന്നാലാണ് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഈ പറയുന്ന ബീൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കോട്ടക്കമ്പൂരിൻ്റെ ലാസ്റ്റാണ് നമ്മൾ വന്ന വഴി, ലാസ്റ്റ് റോഡാണ്. ഇവിടെ തീരാണ് വഴി. ഇനി അങ്ങോട്ടേക്ക് വഴിയില്ല, ഇനി കാടാണ്, ഫോറസ്റ്റാണ്. ഇനി അങ്ങോട്ട് കാണിച്ച്. പട്ടാണിയല്ലേ? ആ ഓക്കെ ഓക്കെ. പട്ടാണി എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓ, അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ, വ്യത്യാസം ഉണ്ടല്ലേ? അത് കാണിച്ചു. പട്ടാണി. ഇത് ഫുള്ള് റിസോർട്ട്, ഇതൊക്കെ റിസോർട്ടാണ്. ഓ, റിസോർട്ടിന്റെ പണിയെടുക്കുന്നു. വേറെ കൃഷി ഇപ്പൊ ഒന്നുമില്ലേ? കൃഷി ചെയ്യണുള്ളൂ അല്ലേ? ഓ, ആലുവ, കൊച്ചിൻ. ആ, ഈ താഴെ ഡ്രീം വാലി റിസോർട്ട്.
അവിടെ ഇപ്പൊ ബീൻസ് ഒക്കെ നടന്നുള്ളൂ അല്ലേ? ഇത് ബീൻസ് ആണോ? ബീൻസ് പീസ് 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 അല്ലേ? ആ ഓക്കെ. ഇവിടെ റിസോർട്ടിൻ്റെ പണിയെടുക്കണുണ്ടോ? റിസോർട്ടാണ് പണിയണേ. കിഡിലൻ റിസോർട്ട് വ്യൂ. ഉണ്ടോ? കൊള്ളാം. എന്തായാലും വ്യൂ കാണിച്ചില്ല കേട്ടോ. കിഡിലൻ വ്യൂ ആണ് എൻ്റെ മുകളിൽ നിന്ന്. അമ്പ് കോട ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ആ മാരുടെ വ്യൂ ആണ് ഗൈസ്. ഇതൊക്കെ കൃഷി ചെയ്തിട്ടേക്കണം കേട്ടോ. ഒന്നും കാണാനേ പറ്റുന്നില്ല. ഫുൾ കോടയിലിങ്ങനെ മുങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അവിടെയാണ് റിസോർട്ട് വരാൻ പോകുന്നത്. അപ്പോൾ കോട്ടക്കമ്പൂർ വന്നതാണ്. അപ്പോൾ കൃഷി ഒരു സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് വിളവെടുക്കാറായിട്ടുള്ള സമയമായിട്ടെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ കൃഷി ചെയ്യാൻ പോകുന്നുള്ളൂ. വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയ വീട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലൊരു റിസോർട്ടൊക്കെ പണിയുന്നുണ്ട്. അതൊക്കെ കണ്ട് നല്ല വ്യൂ ആണ്. നല്ല കോടയാണ്. രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു 14-12 ഡിഗ്രി തണുപ്പുണ്ടാവും. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ബാക്കി റിസോർട്ടിലേക്ക് എത്തണം. വഴി നമുക്ക് കോട്ടക്കമ്പൂർ ഒരു എന്താ പറയുക, ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ വന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു മോശം വഴിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു കോളനി പോലെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ തന്നെ പേടിയിട്ടുണ്ടായില്ല. വളരെ സ്ലോയിലാണ് വന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ടയറും ഫ്രണ്ടൊക്കെ ഇടിക്കുന്ന ഒരു അവസ്ഥ വന്നു. കയ്യിൽ താറല്ല ഉള്ളത്, എക്കോ സ്പോട്ടാണ്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ തിരിച്ച് കോട ഇറങ്ങി ഇതാവുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് കയറി പോവാണ് നേരെ റിസോർട്ടിലേക്ക്. അങ്ങോട്ട് പോകുമ്പോ ഇതേ സ്ട്രോബെറി സ്ട്രോബെറി വൈയുണ്ട്. അങ്ങോട്ട് പോകുമ്പോ എന്താ ഉള്ളേ? അവിടെ റിസോർട്ടുണ്ട്. റിസോർട്ടുള്ളു. കൃഷി കാര്യങ്ങളൊന്നും കാണാൻ വേറെ ഉണ്ടോ? നടന്നു പോവാ. പോവാമോ? കൊറേ ദൂരം ഉണ്ടോ? കുറച്ച്. ആ എന്ത് തോട്ടം, എന്ത് കൃഷിയാ? പട്ടാണി. ആ അതന്നെയാണ്. ആ പൊന്നു മോനെ കളയല്ലത്. നല്ല മധുരം. സൂപ്പറാ. കുതിര ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചുമ്മാ റോഡിൽ നിൽക്കുകയാണ്. കുതിരയൊക്കെ ഒരുപാടുണ്ട്. കണ്ട ഹെവി ക്ലൈമറ്റാണ്. കോട്ടക്കമ്പൂർ ലാസ്റ്റ് വില്ലേജ് ഇൻ കേരള. എല്ലായിടത്തും നല്ല പുരോഗമനം ഉണ്ടോ. റിസോർട്ട് തന്നെ ഉണ്ടോ. സെയിം സാധനം തന്നെ. ഇത് കണ്ട് നേരത്തെ കേറും പോലെ പെട്ടെന്ന് കേറാൻ പറ്റുമോ? ഞങ്ങൾ ഇറങ്ങണ ഇറങ്ങിയിട്ട് കാര്യം. നേരത്തെ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. അങ്ങനെ ഇടിച്ച് ഓടിക്കാൻ പറ്റില്ല, കയറി പോവും. ബാക്ക് ഇനി പോവോ? മതി മതി. ഞാൻ നിന്നോട് പറഞ്ഞത് നമുക്ക് വേഗം പോവാ. ഇവിടെ അധികം എനിക്കറിയാം കേറൂലെന്നില്ല. വണ്ടി ബാക്ക് എടുത്ത് കയറ്റാ. പക്ഷെ റിസ്ക്കാണ്. കണ്ടില്ലേ വഴി. പ്രത്യേകിച്ച് ഈ വെള്ളം വന്നു നോക്കി. ഇവിടെ കുളിക്കേണ്ട അലക്കണ്ടൊക്കെ ഇവിടെ പബ്ലിക്കായിട്ടാണ്. ഞങ്ങൾ അന്ന് ഈ കടയിൽ വന്ന് വീഡിയോ എടുത്താണ്. അവിടുത്തെ ഇത് അവിടെ ചായക്കട അവർക്ക് ഹോം മെയ്ഡ് ഇതൊക്കെ ഉണ്ട്, ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്.
അഭിമന്യുവിന്റെ വീട് ആളുകൾ കയറിണ്ടല്ലോ. ഇവിടെ ഒന്നും ആൾക്കാരായിരിക്കില്ല. ചേട്ടന്റെ വീട്ടിൽ പോവാ. സഖാവ് അഭിമന്യുവിന്റെ വീട്. ഈട്ടോ കറക്റ്റായിട്ട് വന്നപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. ആ കയറിക്കോളൂ. ബാ ചവിട്ടിക്ക് അമ്മ കാലുവെക്ക്. അച്ഛൻ കിടപ്പം എങ്ങനെ എന്തുട്ടി? വീഡിയോ എടുത്ത കുഴപ്പമില്ല. വീഡിയോ എടുത്ത ഫോട്ടോ എടുത്തു. അത് തമിഴ്. പ്രകൃതി അവൻ പറഞ്ഞ കെട്ട ആള് ഈ മണലുണ്ടല്ലോ, വീട് പണിയത് മണല് അതെടുത്ത് അനങ്ങാൻ വരുന്നാ പിടിക്കും, അങ്ങനെ പിടിക്കില്ല. അതാ എടുത്തോണ്ട് പോകും. അല്ല അത് അഭിമന്യുടെ കൂടെ പഠിച്ചത്. ഇല്ല, പത്തനംതിട്ട മഹാരാഷ്ട്രത്തിലെ പുള്ളി പഠിച്ചിട്ടുണ്ട്. അപ്പം അവൻ പഠിപ്പും കഴിഞ്ഞു. പഠിപ്പിക്കാൻ വേണ്ടി ഡിഗ്രി പഠിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ 10 ദിവസം ഒന്നും നിന്ന് രണ്ട് ഓർമ്മിട്ട് അവൻ നാളത്തെ പോകുന്നുണ്ട്. പേര് ബോബി. ഇവിടെ വേറെ അച്ഛനും നാനും അഭിമന്യുടെ ഫോട്ടോ അല്ല അഭിമന്യു ഞാൻ മാരാസിൽ പഠിച്ചാണ്. അഭിമന്യുള്ള സമയത്ത് മാരാസിലുണ്ട്. അവിടെ PG ചെയ്യുന്നുണ്ടായിരുന്നു, MA ചെയ്യുന്നുണ്ട്. ഞാൻ ഡിഗ്രി അവിടെ ചെയ്ത 2010-13. അത് കഴിഞ്ഞ് അഭിമന്യുള്ള സമയത്താണ് ഞാൻ മാരാസിൽ PG ചെയ്തത്. അവിടെയായിരുന്നു. സംഭവം നടക്കുന്ന ദിവസങ്ങളിലൊന്നും ഞാനില്ല. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുണ്ട്, ആവശ്യത്തിന് പോകും. പഠിക്കുന്ന കുട്ടികള് അവിടെ തോട്ടം അപ്പുറത്ത് എത്ര നാള് ട്രീറ്റ്മെന്റ്?
ഗൈസ് വട്ടവടയിലുള്ളൊരു വില്ലേജ് ഓഫീസാണ് ഈ കാണുന്നത്. ഹൈടെക് ആയിട്ടുണ്ട് എന്തായാലും. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള വില്ലേജ് ഓഫീസിനൊക്കെ അടിപൊളി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പച്ചക്കറിയുടെ ടൈം എപ്പോഴാണ്? ജനുവരി ആണോ? ഇപ്പം ആ ഗ്രീൻ പീസ് മാത്രമേ ഉള്ളൂ വട്ടവടയിൽ. അയ്യോ വന്നത് വെറുതെ അല്ലോടാ. അപ്പോൾ ജനുവരിയിൽ കോട ഉണ്ടാവോ? ഐസട്ടേക്ക് ചെയ്യും. അപ്പോൾ അടുത്ത മാസം ഒരു വര കൂടി വരേണ്ടി വരും അല്ലേ? ഈ വഴി അങ്ങോട്ട് വേണം പഴന്തോട്ടോ? അപ്പോൾ ചില്ലന്തിയാറ് വെള്ളച്ചാട്ടം അല്ലേ? ഓ, അവിടെ വേറെ എന്താ കാണാനുള്ളത്? വ്യൂ പോയിന്റ് ഏതാ? ആ പഴന്തോട്ടത്തെ വ്യൂ പോയിന്റ്. ഓക്കെ. വണ്ടി പോകില്ല നമ്മുടെ? സുരേഷ് കുമാർ. എത്രയിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂള്? 3.5 കിലോമീറ്റർ. ഇതാണ് സൺഫ്ലവർ സ്ട്രോബെറി ഫാം. അത് ഓ, ആലുവ, കൊച്ചിൻ. സൺഫ്ലവറും ഉണ്ട്, സ്ട്രോബെറി ഉണ്ട് ഇവിടെ അല്ലേ? ഇതാണ് ഗ്രീൻ പീസ്. ഓ, ഇതെന്തോരം ഇനി വളരും? ഇനി ഇത്രയാണ് വളരുന്നത്? എത്ര പൊക്കാവും? ആ, അത്രയും പൊക്കാവും അല്ലേ? ഓ, അതേപോലെ. എന്നിട്ടാണ് ഇത് പറിച്ചെടുക്കണത്. അതിന്റെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പീസ് എടുക്കണത്. ഓക്കെ. എന്നിട്ട് ബീൻസ് ഇതല്ലല്ലോ, ബീൻസ് വേറെ ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്? വേറെ ഇതിൽ നിന്നാണ് ഗ്രീൻ പീസ് എടുക്കുന്നത്. ഓക്കെ. ഓ, ഞാൻ ഇവിടുത്തെ ഗൈഡ്. ഓക്കെ. അതെന്ത് സാധനോടാ അത്? അതാണ് ഗ്രീൻ പീസ്, ഫുൾ ഗ്രീൻ പീസ്. ഈ വഴി പോകണ്ട, കരിമ്പാണത്. ആ ആ മുത്തുള്ളത്. ഓ, കയറാൻ പറ്റില്ലേ? പാലം, പാമ്പൻ പാലം ഉള്ള മനുഷ്യ പതുക്കെ പോയാലേ നമുക്ക് കണ്ടിട്ട് പോളൂ. നീ പേടിക്കണ്ട കേട്ടാ. ആവേശത്തിന് നിന്നെ കാണിക്കാൻ വേണ്ടിയില്ല ഇത് കൊടുന്ന്. സൂര്യകാന്തി തോട്ടം കണ്ട പിന്നെ കാണുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അയ്യോ, കുലുങ്ങണല്ലേ, കുലുങ്ങണ്. ഞാൻ കരുതി ഇത് ഇവിടുന്ന് അറ്റത്ത് നോക്കിയേ മണൽ വരെയിട്ട് നോക്കി. 7 മണിയല്ലേ? അതെ ഗെയ്സ്, നമ്മളങ്ങനെ സൂര്യകാന്തി തോട്ടം കണ്ടിരിക്കുകയാണ് ഗെയ്സ്. എന്നാലും നല്ല അടിപൊളി ഡ്രീം വാലി. അത് മാത്രമേ ഏറ്റവും അടിപൊളി. നിനക്ക് നമ്പർ 1 ആയിട്ട് പറയാൻ പറ്റുന്നത് ഡ്രീം വാലി മാത്രമേ ഉള്ളൂ അല്ലേ? ഗെയ്സ്, അങ്ങനെ നമ്മൾ തോട്ടത്തിലേക്ക് കടന്നു. ഫ്ലവറൊക്കെ കാണാം. ഇതാണ് സൂര്യകാന്തിയുടെ ചെടിയാണ് കണ്ടത്. ഇതിപ്പോൾ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ആ, ചേട്ടൻ നേരെ ഫോട്ടോ എടുക്കട്ടെ. ആ, അവനെടുത്തിട്ട്. ഇതൊക്കെ പൂവൊക്കെ അമ്പലത്തിലേക്കാണ് പോണേ. അമ്പ സൂര്യകാന്തി അല്ല, ഈ സൂര്യകാന്തിന്നല്ലേ ഓയിൽ ഉണ്ടാക്കുന്നത്? അപ്പൊ ഇത് സെയിൽ ചെയ്യാൻ പറ്റൂലേ? ഇതൊക്കെ ഇട്ടാ അത്രയൊക്കെ എന്നെ കിട്ടൂല, കുറച്ചേ കിട്ടത്തുള്ളൂ. മോന്റെ കടയാണോ ഇത്? എന്റെ കടയാണ്. ടെസ്റ്റ് ചെയ്യുന്നേ. ഹോംമേഡ്. എവിടെ ചേട്ടൻ
ആലുവ. ഇത് മരത്തക്കാളിയാണോ? ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. മരത്തക്കാളി ഇതാ. ഓ മരത്തക്കാളി അതാണ് മരത്തക്കാളി. പാഷൻ ഫ്രൂട്ട് എന്താ? ഇത് മധുരമുള്ള ഫാഷൻ ഫ്രൂട്ട് 150 രൂപ. 150 രൂപ. സ്ട്രോബെറി വൈനുണ്ട്. ഓ സ്റ്റേ ആ ഗ്രീൻ വൈൻ ഡ്രീം വാലി. രണ്ടുപേരും കുടിക്കാം. വേറെ ആൽക്കഹോളിക്കുന്നല്ലോ. എല്ലാരും കുടിക്കാം. ഇത് സ്ട്രോബെറിയുടെ സത്ത് മാത്രമേ ഉള്ളൂ. ഈ ഭക്ഷണം കേൾക്കാത്തവർക്കൊക്കെ ഒന്നുമില്ല. ഭക്ഷണം വിശപ്പുണ്ടാവോ? ഇവനുണ്ടാവും. ഭക്ഷണം കഴിക്കില്ല. അവനക്ക് ആദ്യം ഇഷ്ടപ്പെട്ടു നോക്കി. എന്താ വെച്ചാല് പിള്ളേർക്ക് കുറച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും. അടിപൊളിയായി ഇഷ്ടപ്പെട്ടുടാ. ഫുഡ് കഴിക്കില്ല. കഴിക്കൂല. അപ്പൊ വിശക്കും. നന്നായിട്ട് കഴിക്കും. നന്നായിട്ട് കഴിക്കും. കുറച്ച് വെച്ചിട്ട് കൊടുക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഒരു 1 മണിക്കൂർ കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ കുടിച്ചോളൂ. ഓക്കെ. നല്ല കഴിക്കും. അങ്ങോട്ട് സ്ട്രോബെറി ഉണ്ട്. അവിടെ പോയി ഫോട്ടോ എടുത്തോ. സ്ട്രോബെറി ഉണ്ട്. അതിന്റെ തിരിച്ചിട്ട് നടക്കാറായി. ഞാൻ മരുന്ന് കണ്ടാണ് ഞാൻ എടുത്ത് പിന്നെ വെക്കാതെ. ഇത് ഗ്രീൻ പീസാ പട്ടാണി. അത് പറഞ്ഞായിരുന്നു. സ്ട്രോബെറി തൊട്ടുണ്ടോ കുറച്ചു? എടാ അവൻ പറിക്കണ്ട നോക്കട്ടാ. ഗൈസ് അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടം. എടാ അവിടേക്ക് എന്താ ഉള്ളത്? എന്ത് ഇത് തന്നെ സെയിം? കാവണുള്ളൂ അല്ലേ? പറിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നല്ല മധുരമുള്ളതാ. ഓ കൊള്ളാം. മൾബറിയാ? പച്ചക്ക് പഴിപ്പിക്കുന്നുണ്ട്, പുളി കൂടുതൽ. കളർ വർദ്ധിപ്പിക്കും. ഇത് ചെടി ഒരു ചേച്ചി തന്നു. പക്ഷെ നല്ല മധുരം. ഇവിടെ വെച്ചാല് ചെടി തന്നെ പഴുത്തെടുക്കുവാൻ നല്ല മധുരമായിരിക്കും. കാറ്റണത് ഈ ഇത് ഉണ്ടായില്ല അല്ലേ? അത് ഈ കളറിൽ അവര് കടയില് പറിച്ചു വെച്ചിട്ട് കളർ വർദ്ധിപ്പിക്കും. നമ്മൾ മാങ്ങ പഴിപ്പിക്കുന്നു അതുപോലെ. അതാണ് പുളി കൂടുതൽ. മിനി ക്യാരറ്റ് പറിച്ചളിൽ നിന്നാ വെള്ളം പമ്പ് നോക്കി. സ്ട്രോബെറി തോട്ടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടോ? ക്യാരറ്റ് ഉണ്ടായിണ്ടാ? കഴി തരാം. അമ്പു ഇതിന് ക്യാരറ്റ് കിട്ടിയാ? അമ്പു അതെ അത് കള നാര് കളഞ്ഞോ? അത് കടിച്ചെന്നോ? ഇത് കടിച്ചെന്നോ? ആ കടിച്ചെന്നോ? ഇതിലൊന്നും വിഷം ചേർക്കണില്ല. ചാണകവെള്ളം മാത്രമേ ഉള്ളൂ. ചാണകവെള്ളം ഓർഗാനിക് വാപ്പ നോക്കണം. ഇങ്ങോട്ട് എടാ വാപ്പ എല്ലാം കരിഞ്ഞു പോയി ഈ തണുപ്പ് കാരണം. തണുപ്പൊന്നും കരിഞ്ഞു? വെയില് വന്നോ അതിന്? ആ വേണം വേണം. ആ അതിന്റെ സ്വഭാവം കൈ എടുക്കുന്നു. വേണ്ടെങ്കിൽ എനിക്ക് തന്നെ കളയരുതിട്ടാ.
ഡാടാ ഇസു എടാ ഇങ്ങോട്ട് വാ പോണവിടെ പട്ടീനെ ഇങ്ങോട്ട് വാ. ആ ആ ജാം എത്ര വരണേ? ജാം 100 രൂപ ഒരു ബോട്ടിൽ. 3 8 മാസം കേടുവാകില്ല, ഇരുന്നോളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ചുമ്മാ വെച്ചിരുന്നാ മതി. വൈൻ വേണം ഒരു വൈൻ എന്താ ഒരു വൈൻ എത്ര തന്നെ? 250. എന്നാ കുപ്പിട്ടു. തന്നി ഊറ്റില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളം കളയാൻ പോവാ. ഇതിനു വേണ്ടി എന്നെ വച്ചിരിക്കുക വാങ്ങിച്ച്. എന്നുവെച്ചാൽ നമ്മൾ വേറെ കുപ്പി എടുക്കൂല, ഫ്രഷ് കുപ്പി ആവാൻ വേണ്ടിട്ട്. അതെ അതെ അതെ. അത് വെക്കണ്ട, അത് വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാ വയ്ക്കാൻ തോറും വേരിയും കൂടിക്കൊണ്ടേയിരിക്കും. വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മണ്ണിലെടുക്കിട്ടല്ലേ കുഴിച്ച്. അതെ അതെ, ഇവിടെ മണ്ണിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തണുപ്പല്ലേ. കുറച്ച് മുമ്പ് കൊച്ചിനൊക്കെ ഒരു ചെറിയ അടപ്പിൽ കൊടുത്താൽ മതി, നല്ല ഭക്ഷണം കഴിച്ചോളൂ, നല്ല വിശക്കും. അത് മാത്രമല്ല ഇത് നല്ല ബ്ലഡ് വർദ്ധിക്കുന്നതാണ് ഇത്. അതാണ് എന്താ പറ്റി? അത് അപ്പുറത്ത് ബ്ലാക്ക് ബെറി ഉണ്ട്, അത് പഴുത്തിട്ടില്ല. ബ്ലാക്ക് ബെറിയോ? ഇതോ? ഇത് ബ്ലാക്ക് ബെറി, നല്ല കറുത്ത കളറാണ്. അപ്പുറത്ത് മരത്തക്കാളിയുടെ മരമുണ്ട്. ഇതൊക്കെ കരിമ്പാണല്ലേ? ആ മരത്തക്കാളി ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഇവിടെ ഒരു ക്യാമ്പ് റെഡ് ആയിട്ട് ബ്ലാക്ക് ബെറി, പിന്നെ കറുത്ത കളറാവും. ഒരു കൊച്ചേ ഉള്ളൂ. ആ എടാ എടാ എടാ, ഈ ടൈപ്പ് അല്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവുന്ന, വേറെ ടൈപ്പാ. വെള്ളയോ? എന്റെ തയ്യലും കിട്ടാണ്ടോ? പിടിക്കൂല. വെള്ളയോ? തണുപ്പ് വേണം. കാന്തല്ലൂര് കൊടൈക്കനാലിൽ മാത്രമേ പിടിക്കൂ. വെറുതെ ഞാൻ അന്ന് കൊടുന്ന തൈ പിടിക്കാൻ. ആ ഈ തൈ തന്നെ ഞാൻ കൊടുന്നത്. ഞാൻ കാന്തല്ലൂരിന്ന് 2 മാസം മുമ്പ് ഒരു തൈ വിടുന്നായിരുന്നു. അത് കുഴിച്ചിട്ട് ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ചു, പക്ഷെ പിടിച്ചില്ല. മരത്തക്കാളി ടേസ്റ്റ് ചെയ്യാൻ മധുരമാണത്. മരത്തക്കാളി വേണ്ടി ടേസ്റ്റ് ചെയ്തു. അത് മഞ്ഞൂർക്ക. മഴയല്ലേ ഇത്, മഞ്ഞൂരിക്ക് വരുന്ന. ഓ, നിങ്ങൾക്ക് പെട്രോൾ പമ്പിന് എന്തിനും മൂന്നാർ ആശ്രയിക്കണം അല്ലേ? ഇവിടെ ഉണ്ട് പമ്പില്ല, പക്ഷെ നിങ്ങള് വീടുകളിൽ കൊടുന്ന് 10 രൂപ കൂടുതലായിരിക്കും ലിറ്റർ. ഹലോ, ഓ അങ്ങനെ കിട്ടുമല്ലേ? അപ്പൊ കുഴപ്പമില്ല. അവൻ കഴിക്കൂല മിനി, വെറുതെ മേത്തക്കോ കണ്ട മേത്തായില്ലേ ഡ്രസ്. അതിലുണ്ടോ? നമ്മുടെ ഒറിജിനൽ തക്കാളിയുടെ ഒരു ടച്ച് അവിടെ ഉണ്ട്. അടുത്ത മാസമൊക്കെ ആണെങ്കിൽ ഗ്രീൻ ബീൻസ്, ഗോതമ്പ് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യും. കറക്റ്റ് സീസൺ വന്ന് ഓണമാണ്. ഓണ ടൈം ആകുമ്പോൾ എല്ലാ വെജിറ്റബിളും കാണും. ഇവിടെ ജനുവരി ആയാലൊക്കെ മഞ്ഞിന് കോടക്കുന്ന ഒരു കുറവില്ല. അത് കുറവില്ല, ഉണ്ടാവും. ജനുവരി ആകുമ്പോൾ തണുപ്പ് കൂടും. ഭയങ്കരമായിട്ട് കൂടും. നാളെ ക്രിസ്മസിനായിരിക്കൂല, ഈ ന്യൂ ഇയർ ഒക്കെ ഉള്ള തണുപ്പ് ഏറ്റവും കൂടുതൽ വന്നെന്ന് വിചാരിച്ചാണ് ഇപ്പോഴും. അതെ, ഈ പ്രാവശ്യം ഡിസംബർ ഒക്കെ ആയപ്പോ തണുപ്പേ ഇല്ല. ഈ പ്രാവശ്യം മഴ കൂടുതലാണ്. അതാ ഇവിടെ എല്ലാവർക്കും കൃഷിയാണല്ലേ? എല്ലാവരും കൃഷിയാണ്.
ഈ നിങ്ങൾ ഈ കണ്ട് കൃഷി ചെയ്തിട്ട് ഇത് അവിടെ കൊണ്ട് സെയിൽ ചെയ്യണ ഇവിടെ മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് അവിടെ കൊണ്ട് വ്യാപാരികളുണ്ട്. ആ. പിന്നെ കോറ്റിക്കോർപ്പ് എടുക്കില്ല. അല്ല ഇത് എവിടെ ഒരു ഈ പച്ചക്കറി എങ്ങടെ കയറി പോകുന്നത്? എല്ലാം അടിമാലി, കോതമംഗലം, പെരുമ്പാവൂര് അങ്ങനെ അങ്ങോട്ട് പോകും. ഹലോ ഇത് ഞാൻ പാത്തിക്കറ. അപ്പൊ എത്രയും മൊത്തം 300, 450. വിത്ത് ഏതാ? ഓ ഇതാണ്. ഇതാണ് വിത്ത്. നടുമ്പോ ഒരു 2 അടി വ്യത്യാസത്തിൽ നടന്നു. ഇത് വലിയ ചോടാകുന്ന സൂര്യകാന്തി. ഫുള്ള് എല്ലാ ശിഖരവും പൂക്കും. ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. വേറെ വിത്ത്, ക്യാരറ്റ് വിത്തുണ്ട്, വേണോ? ക്യാരറ്റ് വിത്ത് നമ്മളോട് എടുത്തോളൂ. അപ്പൊ പോയിക്കോട്ടെ എന്നാ. ഓക്കെ, കണ്ടതിലൊക്കെ സന്തോഷം. ഓക്കെ ശരി, വാടാ ഇവിടെ തന്നെ കളിച്ചുകൊണ്ടിരുന്നു. വാ പോയാലോ. ഇവിടെ ഒന്നും കാണൂല. അപ്പോൾ നമ്മൾ വട്ടവടയിൽ നമ്മൾ പഴന്തോട്ടം ഭാഗത്തേക്ക് ചിലന്തിയാർ വാട്ടർഫാൾസിലേക്ക് വരുമ്പോൾ, അതായത് വട്ടവട വില്ലേജ് ഓഫീസിന് തൊട്ട് ചേർന്ന് നമ്മളുടെ ഒരു സ്ട്രോബെറി, ഈ ചേട്ടനാണ്, ഈ പയ്യനാണ്, നമ്മുടെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഇവിടുത്തെ ഗൈഡാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന ഈ പയ്യനെ കണ്ടാലും മതി. ഇവിടെ കൊണ്ടുപോയി എല്ലാ തോട്ടങ്ങളും, സൂര്യകാന്തി തോട്ടവും ക്യാരറ്റും നമുക്ക് എന്തൊക്കെ വേണം. ഇപ്പോൾ സീസൺ കുറവാണ്, ജനുവരി ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്കിവിടെ പച്ചക്കറികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ ഒരു സാധനങ്ങളും സപ്ലൈ ചെയ്യും. ജാമും വൈനും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്ട്രോബെറി വേണമെങ്കിൽ പറിച്ച് തരും, എല്ലാം ഫ്രഷ് സാധനങ്ങൾ. അപ്പോൾ പാഷൻ ഫ്രൂട്ട്, മരത്തക്കാളി എല്ലാം കിട്ടും. ഇനിയിപ്പോൾ ക്യാരറ്റൊക്കെ വിളയാൻ പോകുന്നേ ഉള്ളൂ. വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എല്ലാം വാങ്ങാൻ പറ്റും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വന്നത് വട്ടവടയിൽ. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഹാപ്പി. സമയം എന്തായി? 5 മണി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, പിന്നെ നാളെ പോവാം. രാവിലെ പഴന്തോട്ടം കയറാം. എടാ, ചിലന്തിയാർ വെള്ളച്ചാട്ടം വരെ ഞങ്ങളുടെ വണ്ടി ചെല്ലുമോ? തിരിക്കാനുള്ള സ്ഥലമുണ്ടോ? ഓ സേഫാണ്. ഈ മണലൊക്കെ ഇങ്ങടെ വാരി കൊണ്ടുപോണേ? ഇക്കാൻ കൊണ്ടുപോകുന്നതാണ്. ഓ നല്ല പുഴ മണലാണല്ലോ. ആ നല്ല അടിപൊളി മണലാണല്ലോ. ആ ജീപ്പ് നോക്കിയോ നീ? ഫോറല്ലേ? അതൊരു ബാക്ക് എടുത്തിട്ട് അങ്ങോട്ട് കയറി പോകുമ്പോ ഏലപ്പൊടി എല്ലാം കിട്ടും. ഓക്കെ. പേരെന്താണെന്ന് പറഞ്ഞാൽ മറന്നില്ല? സുരേഷ് കുമാർ. അപ്പോൾ ഞങ്ങൾ ഇല്ല, കുഴപ്പമില്ല. വെച്ച് അവിടെ വെച്ച് കെട്ടി വെച്ചേക്കുന്നു. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഗ്രാമത്തിൽ തന്നെ നിൽക്കരുത്. ഓക്കെ, എന്നാ കണ്ടതിലൊക്കെ വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും വരാനും കാണാം. ഓക്കെ, താങ്ക് യു. ആ വാ. ജലദോഷം ഒരു വീട്ടിൽ വാ.
വിളിക്കോ? 7 മണി വരെ ഉള്ളൂ കേട്ടോ. ആയം തോരുണ്ട് എങ്ങനെ പൂൾ ചെയ്യാൻ പറ്റില്ല. അത് അത്രയും ഡീപ്പായിട്ട് താഴത്തേക്ക് പോകണ്ട, ഇല്ല അത്രയും ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് കൂടുതലായിട്ട് അല്ല പ്രഷർ ഉണ്ട്, നല്ല താഴത്തുനിന്ന് പ്രഷർ ഉണ്ട് നല്ല, അത് കാരണം കുഴപ്പമില്ല. റെക്കോർഡല്ലേ നീ രണ്ട് റെക്കോർഡല്ലേ? ആ സ്ലിപ്പാവോ? ഗ്രിപ്പ് ഉണ്ട് അത്യാവശ്യം. അതിനിപ്പോ ഇത്തിരി വെള്ളം കൊണ്ട് ഇനി ഐഫോൺ കിട്ടിയോ? അവരെല്ലാരും ഈ പറഞ്ഞ കേക്ക് അല്ല 5-ആയിട്ടുള്ളൂ. ക്ലോറിൻ ഉണ്ടല്ലോ എന്തോ ഒരു ചെറിയൊരു ഇതിന്റെ ഇതുണ്ട്. മോനെ വായിലൊഴിക്കല്ലേ? വായ്പ പോകുന്നു. അടുത്തേക്കോ പിന്നെ നല്ല അതാണ് എല്ലാരും കേറിയേ. ഞാൻ ഇറങ്ങട്ടേക്കൂ, ഞാൻ ഇറങ്ങട്ടെ.